അടുത്തത് സമീപകാലത്ത് CPM-ൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ്. ഇത് ഡയറക്റ്റായിട്ട് ആളുകളോട് ചോദിക്കുമ്പോൾ CPM-ൽ അടുത്ത സമയത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഏത് രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, അത് CPM-നെ ബാധിക്കും എന്നുള്ളത്, ഡയറക്റ്റായിട്ട് LDF-നെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് തിരിച്ചടിയാകുമെന്ന് പറയുന്നവർ 41.8%. പക്ഷേ അവിടെ നേരിയ തിരിച്ചടിയേ ഉണ്ടാവുകയുള്ളൂ എന്ന് 13.8% ആളുകൾ അഭിപ്രായപ്പെട്ടു. തിരിച്ചടിയാവില്ല എന്ന് പറയുന്നത് 29.3%, അഭിപ്രായമില്ലാത്തത് 15.1%. പക്ഷേ അവിടെ തിരിച്ചടിയാകും എന്നുള്ളതാണ് കൂടുതൽ ആളുകളും പറയുന്നത്. 41.8, അതും നേരിയ തിരിച്ചടി 13.8 കൂടിയാകുമ്പോൾ ഏകദേശം CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ ബാധിക്കും എന്നതിലേക്കാണ് പോകുന്നത്. സജിത്ത്, ആ രീതിയിലാണല്ലോ. ഇതിൽ മേഖല തിരിച്ചുള്ള ഡേറ്റയുണ്ടോ ഇക്കാര്യത്തിൽ? ഇതിൽ മഞ്ജുഷ്, ഒരുപക്ഷെ ഇതിനകം പുറത്തു വന്ന സർവേകളിൽ ഇതാദ്യമായിട്ടായിരിക്കും CPM-ലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അതിനെ ബാധിക്കുമെന്ന കാര്യം. അതിൽ CPM-നെ സംബന്ധിച്ച് വളരെ അലാമിംഗ് ആയ ചില കണ്ടെത്തലുകൾ തന്നെ ഇതിനകത്തുണ്ട്. തിരിച്ചടിയാകുമെന്ന് പറയുന്നവരുടെ എണ്ണം 41.8%. നേരിയ തിരിച്ചടി 13.8% എന്നതാണ്. അഭിപ്രായമില്ലാത്തവരുടെ കണക്കും അങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്രിസ്ത്യൻ വിഭാഗം, ഒപ്പം തന്നെ അപ്പർ ഹിന്ദു വിഭാഗങ്ങളുമൊക്കെ ഇത് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതുന്നവരാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ 48.8% ആളുകളും CPM-ലെ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് ചിന്തിക്കുന്നവരാണ്. അതേസമയം അപ്പർ ഹിന്ദു വിഭാഗങ്ങളിൽ അത് 47.3% ആളുകളാണ്. അതേസമയം മുസ്ലിം ST വിഭാഗങ്ങൾക്ക് ഇത് വലിയ കൺസേൺ അല്ല എന്ന് അഭിപ്രായം പറഞ്ഞവരാണ് എന്ന കണ്ടെത്തൽ കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. CPM-നെ സംബന്ധിച്ച് വലിയ അലാമിംഗ് ആയ ഒരു കണ്ടെത്തൽ നിരീക്ഷണം കൂടി ഇതിനകത്ത് തിരിച്ചടിയാകുമെന്ന് 41.8% ആളുകളും അഭിപ്രായപ്പെടുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇത് കണ്ണൂരിലും അമ്പലപ്പുഴയിലും ഒക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് CPM-നുള്ള വാർണിംഗ് സിഗ്നൽ എന്ന രീതിയിലാണ് കൂടുതൽ ആളുകളും കാണുന്നത്, അല്ലേ? ഇതൊരു ശ്രദ്ധേയമായ ഒരു ആംഗിളാണ്. CPM-നുള്ളിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പൊതുവെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നതിനെ കുറിച്ചുള്ള പബ്ലിക് നിലപാട്. അതിൽ വലിയ നമ്പർ 41%-ലധികം പേര് തിരിച്ചടിയാകും എന്ന് പറയുമ്പോൾ അത് CPM-ന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അത് ചെറിയ തിരിച്ചടിയാകും എന്ന് പറയുന്നത് പോലും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അതിൽ CPM-ന് വോട്ട് ചെയ്യുന്നവരുടെ അഭിപ്രായവും അതിനകത്തുണ്ടായിരിക്കും. ചെറിയ തിരിച്ചടിയാണെന്ന് സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ടി അണികളുടെ ഉൾപ്പെടെ ചേർത്ത് വായിക്കുമ്പോൾ അത് ഈ ഉദ്ദേശിക്കുന്ന ഈ നമ്പേഴ്സ് പ്രൊജക്ട് ചെയ്യുന്നത് പോലെ അത്ര വലിയ തിരിച്ചടിയാകണം എന്നില്ല. അതാണ് ഒരു ഡയമെൻഷൻ. അതേസമയം അതിന് തൊട്ട് മുൻപത്തെ ചോദ്യത്തെക്കുറിച്ചുള്ള റെസ്പോൺസും കൂടി ഇവിടെ പറയുന്നത്. ഏറ്റവും അധികം റെസ്പോണ്ടൻസ് ഈ അഭിപ്രായം തുറന്ന് പറയാതിരിക്കുന്ന ഒരു പോയിന്റാണ് തങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എപ്പോഴും പൊളിറ്റിക്കലി കറക്റ്റായ അഭിപ്രായമാണ്. തങ്ങളെ ബാധിക്കുന്ന വിഷയം വികസനമാണ്. ഇത് ക്ലീനായിട്ട് പറഞ്ഞു പോകാം. വർഗീയതയാണെന്നും ജാതിയാണെന്നും അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന ഡോളിംഗ് അല്ലെങ്കിൽ ആനുകൂല്യങ്ങളാണെന്നും പറയാൻ ഒരുമാതിരി ആളുകൾ ആരും തയ്യാറാവില്ല. പക്ഷെ ആത്യന്തികമായി ജാതിയും മതവും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും എല്ലാം തന്നെ വിഷയമാകും. അതുകൊണ്ട് അത് വെച്ചിട്ടൊരു നിഗമനത്തിലെത്തുന്നത് അസാധ്യമായ കാര്യമായിരിക്കും. പക്ഷെ ജനറൽ ട്രെൻഡ് അനുസരിച്ച് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളമുള്ള ആ ഒരു CPM-ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഭ്രംശം, അതായത് ധാർഷ്ട്യം, ധിക്കാരം, അതിനുള്ളിൽ വന്നിരിക്കുന്ന വിഘടനം, അത് മാത്രമല്ല നേതാക്കൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ, ഒരുപാട് പേര് വിട്ടുപോകുന്ന പ്രവണത, അത് മാത്രമല്ല CPI-യിൽ നിന്നും വൻതോതും BJP-യിലേക്ക് ഉൾപ്പെടെ ചില വിഭാഗങ്ങളുടെ കുത്തൊഴുക്ക്, ഇതെല്ലാം തന്നെ ജനം അക്നോളജ് ചെയ്യുന്നുണ്ട്. ശരിയാണ്. 41.8% ആളുകളും തിരിച്ചടിയാകും, CPM-നും LDF-നും തിരിച്ചടിയാകും എന്ന് അഭിപ്രായപ്പെടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഡീൽ ആരോപണം, BJP-യും LDF-ഉം തമ്മിലുള്ള ഒരു ഡീൽ നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസും UDF-ഉം ഉന്നയിച്ചിരിക്കുന്ന ആ ആരോപണം, അത് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഡീൽ ഉണ്ടോ, ഡീൽ ഇല്ലയോ? ഇതിലെങ്ങനെയാണ് പ്രതികരണം എന്ന് നോക്കാം. ഡീൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ 39.4%. കോൺഗ്രസ് ആരോപിക്കുന്ന LDF BJP ഡീൽ ഉണ്ടെന്ന് കരുതുന്നവർ 39.4%. പക്ഷേ ഇല്ല എന്ന് കരുതുന്നവർ 48%. അഭിപ്രായമില്ലാത്തവർ 12.6%. അതായത് കോൺഗ്രസും UDF-ഉം ഉന്നയിക്കുന്ന ഈ ഡീൽ ആരോപണം അത് കൂടുതൽ ആളുകളും വിശ്വസിക്കുന്നില്ല എന്ന് വേണം ഈ സർവേയുടെ ഫലം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഉണ്ടെന്ന് ഏകദേശം 40% ആളുകൾ വിശ്വസിക്കുന്നുമുണ്ട്. സഹിത, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഡീലില്ല എന്ന് കൂടുതൽ പേർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പല മേഖലകൾ തിരിച്ചു നോക്കുമ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും ആരോപണം ശരിവെക്കുന്നവരാണ് കൂടുതലെന്നും കാണേണ്ടതല്ലേ? മഞ്ജുഷ, ഈ സർവേയിലെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ഒന്ന് ഇത് തന്നെ നമുക്ക് കരുതാം. കാരണം സംസ്ഥാനത്ത് ഈ പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുക ഡീലാണ്. ഡീൽ ആരോപണം കോൺഗ്രസ്, മറിച്ച് ആരോപണം ഉന്നയിച്ച് ഇടതുമുന്നണി.
ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും പ്രചരണ രംഗത്ത് ഡീൽ എന്ന ഒറ്റ വിഷയം തന്നെയാണ് പ്രധാന ചർച്ചയാവുന്നത്. ഇതിനിടയിലാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഡീൽ ആരോപണത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമായി ഈ ഏജൻസി എത്തിയത്. അതിന് നൽകുന്ന ഉത്തരമാണിത്. അതായത് ഡീലില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് 48% എന്നതാണ് അതിൻ്റെ ചുരുക്കം. അതായത് ബഹുഭൂരിപക്ഷവും ഡീലില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നവരാണ്. അഭിപ്രായമില്ലാത്തവർ 12%. 39% പേര് മാത്രമാണ് ഡീലുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. ഇതിൽ പൊളിറ്റിക്കലി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്ത്യൻ ഒപ്പം മുസ്ലിം വിഭാഗങ്ങളാണ് ഈ പൊളിറ്റിക്കൽ ഡീൽ എന്ന UDFിൻ്റെ ആരോപണം അല്പമെങ്കിലും ശരിയെന്ന് വിശ്വസിക്കുന്നവർ എന്നതാണ് അതിൻ്റെ നമ്മുടെ സർവേയിൽ കണ്ടെത്തുന്ന പോളോ വൈബിൻ്റെ വോട്ട് വൈബിൻ്റെ ഈ സർവേയിൽ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ ST വിഭാഗങ്ങൾ ഒപ്പം തന്നെ അപ്പർ ഹിന്ദു വിഭാഗങ്ങൾ ഇവരൊന്നും ഡീലില്ല എന്ന തിയറിയിൽ തന്നെയാണ്. ഡീൽ തിയറിയിൽ അവർ വിശ്വസിക്കുന്നില്ല. ഡീലില്ല എന്ന നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡീൽ എന്ന ആരോപണം നിഷേധിക്കുന്നവരാണ് കൂടുതലും സർവേയിൽ പങ്കെടുത്തവർ എന്നതാണ് പ്രധാനം. മധ്യ കേരളത്തിൽ 42.8% ആളുകളും ഡീലില്ല എന്ന് പറയുന്നു. അതേസമയം വടക്കൻ കേരളത്തിൽ അതിനേക്കാൾ കുറവാണ് ഡീലുണ്ട് എന്ന് പറയുന്നവർ. 35% ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ഡീലുണ്ട് എന്ന്. മധ്യ കേരളത്തിൽ 42.8% ആണ്. വളരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം, ഇത്തവണത്തെ വോട്ട് വിഹിതം എത്രയായിരിക്കും? ആർക്കായിരിക്കും കൂടുതൽ വോട്ട് വിഹിതം കിട്ടുന്നത്? അത് UDFിനായിരിക്കുമോ LDFിനായിരിക്കുമോ എന്നുള്ള നേരിട്ടുള്ള കണ്ടെത്തലാണ് സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. LDFിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്നത് 37.9% വോട്ടുകളാണ്. 37.9%. UDFിന് 39.7% എന്നുള്ളതാണ് കണക്ക്. NDAക്ക് 15.3%. മറ്റുള്ളവർ 1.2. ഇതുവരെ അഭിപ്രായം പറയാത്തവരുടെ കണക്ക് കൂടി നോക്കുകയാണെങ്കിൽ 2.9%. അതുപോലെ തന്നെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറയുന്നവർ 3%. ഇതുവരെ തീരുമാനമെടുക്കാത്തവരാണ് 2.9%. അതേസമയം പറയാൻ പറ്റില്ല എന്നുള്ളത് 3%. എന്തായാലും ഇക്കാര്യത്തിൽ UDFിന് നേരിയൊരു മേൽക്കൈ കിട്ടുകയാണ്. 39.7% വോട്ട് വിഹിതമാണ് UDFിന് കിട്ടാൻ പോകുന്നത്. അതേസമയം LDFിനാകട്ടെ 37.9% എന്നുള്ളതാണ്. ആദ്യഘട്ട സർവേയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. ആദ്യഘട്ട സർവേയിൽ നേരിയ ഒരു മുൻതൂക്കം LDFിനുണ്ടായിരുന്നു. പക്ഷേ മിനിയാന്ന് വരെയുള്ള മാർച്ച് 30 വരെയുള്ള ഡേറ്റയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ചെറിയൊരു മുൻതൂക്കം ഇവിടെ വോട്ട് വിഹിതത്തിൽ UDFിന് കിട്ടുകയാണ്. 1%-ലേറെ വ്യത്യാസം അവിടെ UDFിന് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 37.9%-വും 39.7%-വും. NDAക്ക് 15.3% എന്നുള്ളതാണ് കണക്ക്. ഇതിൽ തന്നെ മേഖല തിരിച്ചുള്ള കണക്കുകളുമുണ്ട്. സജിത്ത്, മറ്റു വിവരങ്ങൾ എന്താണ് ഇതിലെ? മഞ്ജുഷ, സംസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആ ഉള്ളടക്കമാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നോക്കുക, ആദ്യ ട്രാക്കറിൽ ഇടതുപക്ഷത്തിന് വോട്ട് ഷെയറിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് UDFിലേക്ക് മാറുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.